ഈ ഫീൽഡിൽ വളരെ കോമ്പറ്റീഷൻ ഉള്ളതാണ്. NSSോ SNDPയോ KPMSോ വൈശ്യമഹാസഭയോ മറ്റുള്ള ഒരുപാട് സംഘടന, അതിനെ സാറ്റലൈറ്റ് സെന്റർ എന്ന് പറയും. ഓക്കെ, നമസ്കാരം. 1958 മാർച്ച് മാസം 8-ാം തീയതി തൃശ്ശൂരിൽ ഒരു സ്ഥാപനം തുറക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവ് സഖാവ് AKG ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന ഒരു മഹാപ്രസ്ഥാനം, റെസ്റ്റോറൻറ്റിൻ്റെ തുടക്കമായിരുന്നു അത്. അതേപോലെ തന്നെ 1968 സഖാവ് ബേബി ജോൺ ബസ് തൊഴിലാളി ബസ്സിൻ്റെ യാത്രാ സൗകര്യത്തിന് അന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ് കോമസ് എന്ന് പറഞ്ഞ ഒരു ബസ് സർവീസ് ആരംഭിക്കുകയുണ്ടായി. കൊല്ലം, പത്തനംതിട്ട ജില്ലക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമായിരുന്നു കോമസ്. പിന്നീട് അത് സൊസൈറ്റിയായിട്ട് മറ്റൊരു സ്ഥാപനവും രൂപാന്തരപ്പെട്ടു. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ തൊഴിലുകൾക്ക് കണ്ടെത്താനും തൊഴിലുകൾക്ക് നടത്താനും വേണ്ടി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ അവർ എന്ത് തരത്തിൽ ജോലി ചെയ്യിക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കാൻ പറ്റും, അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നടത്തപ്പെട്ട 1958-ലും 68-ലും നടന്ന കാലഘട്ടത്തിലെ രണ്ട് വലിയ പ്രസ്ഥാനങ്ങളാണ് ഇത്. നിരവധി പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇന്നേ വരെ ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നില്ല. ആ സമയത്താണ് ഈ പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന പ്രകാരം 20 ലക്ഷം രൂപയാണ് ലോൺ കൊടുക്കുന്നത്. ആ ലോൺ കൊടുക്കുമ്പോൾ ആ ലോൺ ഇപ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസ് ചെയ്യും? അത് വിജയകരമാകുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. നമുക്കറിയാം, ഇന്ന് വരെ ലോകത്ത് ഒരു കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ AI യുഗം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ യുഗമായിട്ട് വന്നിട്ട് പോലും ഈ ഭക്ഷണം കഴിക്കാതെ ആർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം നടന്നിട്ടില്ല. 2 ദിവസത്തെ ഒരാഴ്ചത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണം കാലത്ത് കഴിക്കാൻ പറ്റത്തില്ല. ഒരു ഗുളിക കഴിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് നാൾ ജീവിക്കാനൊന്നും പറ്റില്ല. ഭക്ഷണം തന്നെ കഴിക്കണം. അപ്പോൾ ഏത് കൊറോണ വ്യാധി വന്നാലും ഈ ഭക്ഷണത്തിന് ഒരു മാറ്റം ഉണ്ടാകും. ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ. അത്തരത്തിൽ നല്ല മായമില്ലാത്ത ഒരു ഭക്ഷണം കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്, ഭക്ഷണത്തിലെ മായമില്ലാതെ. അത്തരത്തിൽ ഒരു സംരംഭം തുടങ്ങുന്നതിനെ പറ്റി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ശ്രീ മോഹനൻ, അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ്, കൊല്ലം സ്വദേശിയാണ്, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അദ്ദേഹം അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഏത് രീതിയിൽ കുറച്ച് ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ, ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം, അത് ഏത് തരത്തിൽ, അതിനെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഹിന്ദു സമൂഹങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു വ്യവസായമായിട്ട് നമ്മുടെ ഹോട്ടൽ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമല്ലോ. അതിനിപ്പം നമുക്ക് മുദ്രാ ലോൺ ഏതാണ്ട് 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷമായി. അവർക്കത് എങ്ങനെ, നമുക്ക് ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് അവർക്ക് ഈ നമ്മുടെ ഈ റെസ്റ്റോറന്റ് മേഖലയിൽ എത്തിപ്പെടാൻ പറ്റുന്നതിന് അങ്ങ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വ്യവസായ മേഖലയിൽ നിന്നും റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥ നിലയിൽ എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? ഈ ഫീൽഡില് വളരെ കോമ്പറ്റീഷൻ ഉള്ളതാണ്. അതെ, നല്ല രീതിയിൽ ഭക്ഷണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരും. അതെ, വിലയ്ക്ക് ഒരു പ്രശ്നമല്ല. നല്ല ഫുഡിന് ഒരു പേര് കേൾക്കണം, ആസ്വാദം എന്നൊക്കെ ഉള്ള ഒരു നെയിം ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നറിയാം. അപ്പൊ നമ്മളെ നല്ല ഫുഡ് കിട്ടുന്ന എവിടെ വേണമെങ്കിലും ആൾക്കാർ വരും, അവിടെ പ്രശ്നമില്ല. അതിന് നമ്മൾ ചെയ്യുന്ന നല്ലൊരു ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉള്ള ഒരു സംഘടന, NSSോ SNDPയോ KPMSോ വൈശ്യമഹാസഭയോ മറ്റുള്ള ഒരുപാട് സംഘടനകൾ, അവര് മുന്നോട്ട് വരണം. ഇത് അവര് മുന്നോട്ട് വന്ന് ഇതിനൊരു കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ഈ ഒരു സ്ഥലത്ത്, ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 സ്ഥലത്തായിട്ടൊരു 10 സ്ഥലം നല്ല സ്ഥലങ്ങളുണ്ട്, ആൾക്കാർ വരുന്ന ആ 10 സ്ഥലം സെലക്ട് ചെയ്യും. ജില്ലയിൽ ഒരു 10 സ്ഥലം കേന്ദ്രീകരിക്കുക. ജില്ലയിൽ വേണമെന്നില്ല, ഒരു പ്രദേശത്ത്, ജില്ല വിട്ട് ഒരുപാട് തുടങ്ങാമല്ലോ. ഒരു പ്രദേശത്ത് 10 സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം തന്നെ 10 അതിനെ സാറ്റലൈറ്റ് സെന്റർ എന്ന് പറയും. ഓക്കെ, 10 സെന്റർ. അപ്പൊ 10 സെന്ററിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അത് മാസ്റ്റർ യൂണിറ്റ് എന്ന് പറയും. അതെ. അപ്പൊ ഈ 10 യൂണിറ്റും ഈ ഒരു യൂണിറ്റിന് ആവശ്യമായ ഈ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റും വേരിയബിൾ ഇൻവെസ്റ്റ്മെന്റ്, അതായത് കെട്ടിടം റിനോവേറ്റ് ചെയ്യുന്നതിനും കെട്ടിടം
ഫർണിഷ് ചെയ്യുന്നതിനും ഫർണിച്ചറും അതിനകത്തുള്ള മറ്റുള്ള ഡെക്കറേറ്റീവ് പണിയും അടുക്കള ശരിയാക്കുന്നതിനും അടുക്കളയ്ക്ക് ആവശ്യമായ മെഷീനറി മേടിക്കുന്നതിനും എല്ലാം ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട്. പിന്നെ അത് ദൈനംദിന ആവശ്യത്തിനായിട്ട് കുറെ പൈസ വേണം. ശമ്പളം കൊടുക്കണം, സാധനങ്ങൾ മേടിക്കണം, മറ്റുള്ള കാര്യത്തിനായിട്ട് വേണം. ഇത് രണ്ട് രീതിയിലായിട്ട് ഹെഡാക്കി എടുത്ത ശേഷം അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് പ്രൊപ്പോസൽ ശരിയാക്കി 10 പേർക്കും ചെയ്യണം. 10 പേർക്കും 10 രീതിയിൽ ചെയ്യണം. ചെയ്തിട്ട് ഈ കൺട്രോൾ ചെയ്യുന്ന വാസ്തവ യൂണിറ്റ് അവർക്കും വേണമല്ലോ പൈസ. അതെ, അവർക്ക് ഈ ഇറച്ചിയൊക്കെ വെട്ടുന്നതിനും മറ്റേതിനൊക്കെ സ്ലൈസ് ചെയ്യുന്നതിനും സാധനം സൂക്ഷിക്കുന്നതിനൊക്കെ വേണമല്ലോ. അപ്പൊ ഈ 10 സ്ഥലത്തേക്കും ഒരു മാസ്റ്റർ യൂണിറ്റിൽ നിന്ന് വേണം കൊടുക്കുക. ഇറച്ചി ഇപ്പൊ ഒരാടിന് വെട്ടിയ അവിടെ വെട്ടും, പശുവിനെ ഈ 10 സെന്ററിൽ ആവശ്യം അനുസരിച്ച് കൊണ്ട് കൊടുക്കുക. മറ്റ് ആ പൈസ അവര് തരും. ബീഫ് ആണെങ്കിലും അവിടെ ഒരെണ്ണം മേടിച്ച് ബീഫ് ആണെങ്കിലും ഈ കോമൺ സെന്ററിൽ നിന്ന് ശുദ്ധമായ ബീഫ്, ശുദ്ധമായ ഇറച്ചി, ശുദ്ധമായ മീന്, ശുദ്ധമായ മലക്കറി, ശുദ്ധമായ മറ്റുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സംഭരിച്ചിട്ട് ഈ 10 യൂണിറ്റിന് അവര് തന്നെ കൊടുക്കും. അപ്പൊ ആ ഒരു അഡൾട്രേഷൻ വരുന്നില്ല. അപ്പൊ ഈ ഓരോ യൂണിറ്റിന് വേണ്ടിയിട്ട് വേണ്ടുന്ന ഒരു 10 ലക്ഷം രൂപ, ഇപ്പൊ 20 ലക്ഷം രൂപ മുദ്ര, 10 ലക്ഷം 20 ലക്ഷം ആവശ്യമുള്ള പൈസ അത് അറിയാവുന്ന ഒരാളെ കൊണ്ട് ഒരു കട സെലക്ട് ചെയ്ത് കടയ്ക്കകത്ത് റിനോവേഷൻ എത്ര ഏരിയ ഉണ്ട്, എത്ര പേർക്ക് ഇരിക്കാം, എത്ര ടേബിൾ വേണം, എത്ര ചെയർ വേണം, പിന്നെ തറ വൃത്തിയാക്കാൻ, AC വെക്കാൻ, മറ്റതിനും എല്ലാം പ്രത്യേകം ഉണ്ടല്ലോ. അപ്പൊ അത് ആരെയും ഒരു ലിസ്റ്റ് എടുത്ത് അത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ലിസ്റ്റും പിന്നെ മറ്റു വർക്കിംഗ് ക്യാപിറ്റലോട് ചേർന്ന് ഒരു 10 ലക്ഷം 20 ലക്ഷം എത്ര എന്ന് നോക്കുക. അവിടുത്തെ നോക്കിയിട്ട് അതനുസരിച്ച് ഒരു പ്രപ്പോസൽ 10x10. മുന്നോട്ട് വന്നെങ്കിലാണ് ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ല, ഇത് ഞാൻ പറയാ, ഇതെന്താന്നറിയോ, ഇത് ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പൊളിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള ആൾക്കാർ വരും. അതെ, അപ്പൊ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്നുമില്ല കയറി 10 പേര് ഒന്നറിയാൻ കൊള്ളൂല്ല. 10 പേര് ഒന്ന് ബഹളം ഉണ്ടാക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ഒരു സമരം കാണിക്കും, ഒരു അടിപിടി ഉണ്ടാക്കും. അത് പ്രശ്നം ഉണ്ടാക്കി അത് നശിപ്പിച്ച് കൈ കൊടുക്കും. അതാണ് ഈ നടക്കുന്നത്. ചില ആൾക്കാർ അങ്ങനെ ചില ആൾക്കാർ അതിനായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനയുടെ ബലത്തോടുകൂടി തുടങ്ങാൻ പറയുന്നത്. അത് മാത്രമല്ല, ഈ സംഘടന ബലത്തോട് തുടങ്ങുമ്പോൾ തന്നെ അതിന് ഒരു പേര് കൊടുക്കണം, കോമൺ പേരും കൊടുക്കണം. അതെ, കോമൺ പേര് കൊടുത്ത് അതെ, അല്ലെങ്കിൽ ആര്യാസ് പോലെ കോമൺ ആയിട്ട് ആര്യാസ് പോലെ ഒരു പേരും കൊടുക്കുക. അതിനെ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ യൂണിറ്റ് ആയിരിക്കണം. ഇതിനെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സംഘടനയായിരിക്കണം. അഭിപ്രായമാണ്. അതിന് എന്തായാലും മുന്നിൽ നിൽക്കാൻ ഇത്തരത്തിൽ ആൾക്കാർ ശ്രദ്ധയിൽപ്പെട്ട് അവര് മുന്നോട്ട് നിന്ന് വന്ന് ഇത്തരത്തിൽ ഫണ്ട് ഇഷ്ടം പോലുണ്ട്. പ്രധാനമന്ത്രിയുടെ മുദ്രയുണ്ട്. പിന്നെ രണ്ടാമത് പ്രൈം മിനിസ്റ്റർ PMEGP എന്നൊരു സ്കീമുണ്ട്. പിന്നെ മൈക്രോ യൂണിറ്റ് ഉണ്ട്. ഒരുപാട് ഫണ്ടുണ്ട്. അത് നല്ല യൂട്ടിലൈസ് ചെയ്താണ് കിടക്കുകയാണ്. നല്ല രീതിയിൽ യൂട്ടിലൈസ് കഴിഞ്ഞാൽ ഈ അവസരം അനുഭവിക്കുന്ന ജനങ്ങളെ ഉദ്ധരിക്കാൻ പറ്റും. സാധാരണ ഒരു യൂണിറ്റ് ഇപ്പൊ ഒരു മൈക്രോ യൂണിറ്റിന് സാറ്റലൈറ്റ് യൂണിറ്റ് 7-8 പേര് വേണമല്ലോ വീടുകാര്. അതെ, അപ്പൊ അങ്ങനെ വെച്ചാൽ 80 പേര് 10 88 100 പേര് കൂട്ടുക. 100 പേർക്ക് ജോലിയാവുന്നല്ലോ ഒരു സ്ഥലത്ത്. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ഈ അവർക്ക് മാന്യമായ ശമ്പളം കൊടുത്താൽ മതി. യൂണിഫോം കൊടുക്കണം, കോമൺ യൂണിഫോം, മാന്യമായ ശമ്പളം, അവർക്കുള്ള മറ്റുള്ള ആൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരും, പൈസ കിട്ടും, തിരിച്ചടയ്ക്കാൻ പറ്റും, ലോണ് തിരിച്ചടയ്ക്കാനും പറ്റും. ഓക്കെ, ശരി. അപ്പൊ പ്രതികരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു.